ഗുണങ്ങളാണ് നമ്മൾ വിട്ടൊഴിയേണ്ടത്? ഓക്കെ, വിട്ടൊഴിയേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? സോ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് അറിയുന്നതാണ് വിസ്ഡം, ബുദ്ധി എന്ന് പറയും. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം, അവനവനെ കുറിച്ച് പൂർണ്ണ ബോധമുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളെ റിസ്ട്രെയിൻ ചെയ്യുക, കാര്യങ്ങൾ ഒക്കെ വിട്ടൊഴിയേണ്ട അല്ലെങ്കിൽ വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ഷോർട്ട് സെഷൻ. ഞാൻ ഇന്നൊരു മെഡിറ്റേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ മെഡിറ്റേഷൻ ഒത്തിരി ആയി കഴിഞ്ഞാൽ അത് നോട്ട് ഗുഡ്. എന്തിനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പരിധിയുണ്ട് ദാസ, അല്ലേ? സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മെഡിറ്റേഷൻ, ഞാൻ നാളെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകും. അത് നമ്മൾ ഈ ഇമാൻസിപ്പേഷനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് നാളെ ആവാം. ഇന്ന് നമ്മൾ ഈ ഇൻ ദ പ്രോസസ് ഓഫ് ഇമാൻസിപ്പേഷൻ, വിമോചിക്കപ്പെടുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ എന്തായിരുന്നു നമ്മളുടെ ടോപ്പിക്? ഏതായിരുന്നു? ഒരു കാര്യമാണ് നമ്മൾ തുടങ്ങി വെച്ചത്, പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഫോർ ഇൻഡിപെൻഡൻസ്, അല്ലെ? സ്വാതന്ത്ര്യം, ഡിപ്പെൻഡഡ് ആയിരിക്കാതിരിക്കാനുള്ള കാര്യം. നമ്മൾ ഇന്നലെ കുട്ടികളുടെ കാര്യം പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിലും somehow we are dependent to others and situations. അങ്ങനെയല്ല, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഏത് സാഹചര്യത്തിലും നമുക്ക് നിലകൊള്ളാൻ സാധിക്കണം, ഏത് കാര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ. നമ്മൾ തന്നെ സ്വയം പര്യാപ്തമാകണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു ഇന്നലെ പറഞ്ഞത്? ലേൺ ലൈഫ് സ്കിൽസ്, പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. ഒന്ന്, ലൈഫ് സ്കിൽസ്. നമുക്കില്ലാത്ത സ്കിൽസ് അത് നമ്മൾ ആർജിക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കണം, പഠിക്കണം, അല്ലെങ്കിൽ അതിന് വഴി കണ്ടെത്തണം. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോകരുത്. അതാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. ഉദാഹരണമൊക്കെ പറഞ്ഞു, ഫ്യൂസ് കിട്ടുന്ന കാര്യമൊക്കെ അല്ലേ, ഓർക്കുന്നുണ്ടാവും. യെസ്, ബിക്കം ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതിന് അല്ലേ എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ പറ്റിയില്ല, എന്ത് ചെയ്യണം? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ട സ്കില്ലുകൾ, പഠിക്കേണ്ട സ്കില്ലുകൾ. ടെക്നോളജി ആണെങ്കിൽ അത് പഠിക്കണം. ഇങ്ങനെ ഓരോന്നും എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഡു യുവർ ഓൺ റിസർച്ച്. നിങ്ങൾ നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കണം, റിസർച്ച് ചെയ്യണം. അത് റിസർച്ച് എന്ന് പറഞ്ഞാൽ PhD എടുക്കുക എന്നുള്ളതല്ല. എൻ്റെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം പഠിക്കും. ഐ വിൽ ഡു റിസർച്ച് മൈസെൽഫ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? നമുക്ക് അത് തടയാൻ പറ്റില്ല, വന്നുകൊണ്ടേയിരിക്കും പ്രോബ്ലംസ്. അതിനെ ഓവർകം ചെയ്യണം, തരണം ചെയ്യണം. അപ്പം അതിന് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്മൾ സ്വയം ഗവേഷണം നടത്തണം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? ഹൗ ക്യാൻ ഐ ഓവർകം ദിസ്? ഞാനിത് ഓവർകം ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. സോ സംഹൗ ഐ ഹാവ് ടു ഓവർകം. അതിന് നമ്മൾ ഗവേഷണം ചെയ്യുക. ഗവേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും പഠിക്കുക എന്നുള്ളതല്ല. ഒരു സംശയം മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലും ഒരു ഗവേഷണമാണ്. അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഗവേഷണമാണ്. പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഗവേഷണമാണ്. ആ രീതിയിലുള്ള റിസർച്ചാണ് ഞാൻ പറഞ്ഞത്. ഡു യുവർ ഓൺ റിസർച്ച് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിനും. പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ വരും, അല്ലേ? പല ചോദ്യങ്ങളും മുന്നിൽ വരും.
ഇപ്പോൾ ചോദ്യശരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉത്തരം കണ്ടുപറ്റണം. എൻ്റെ ഉത്തരം ആയിരിക്കില്ല സോമൻജിയുടെ ഉത്തരം, ചന്ദ്രമതി മാഡത്തിന്റെ ഉത്തരം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാബിറ്റ് എന്താണ്? ആരെങ്കിലും പറഞ്ഞോളൂ, ഒരു ഇന്ററാക്ഷൻ വരട്ടെ. ശീലങ്ങൾ. എക്സാക്ട്ലി. ശീലങ്ങൾ പുനഃപ്രതിഷ്ഠിക്കണം. എല്ലാ ശീലങ്ങളും നമ്മളെ വളർത്തുന്നതല്ല, നമ്മളെ വളർത്താത്ത ശീലങ്ങളുള്ളൂ. അല്ലേ? ഈ മടി അങ്ങനെയൊക്കെയുള്ള ഒരു ശീലമാണ്. അലസത, പ്രോക്രാസ്റ്റിനേഷൻ, അതൊക്കെ എന്ത് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനേ ഇല്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ദാസ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അപ്പോ നമ്മൾ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെ ഒരു ഹാബിറ്റാണ്, അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നത്. അവിടെ അലസത വരുന്നുവെങ്കിൽ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. ആ ഹാബിറ്റിനെ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും? നേരത്തെ എഴുന്നേൽക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക, അല്ലേ? മാർഗങ്ങൾ അത് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ അലസത എന്നുള്ളത് ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഉടനെ ചെയ്യുക എന്നുള്ളൊരു പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഒന്നും മാറ്റി വയ്ക്കില്ല, ഉടനെ ചെയ്യുക എന്നുള്ള പോളിസിയിലേക്ക് നമ്മൾ മാറുക. സ്റ്റാർട്ട് റീപ്ലേസിങ് ബാഡ് ഹാബിറ്റ്സ് വിത്ത് ഗുഡ് വൺസ്. ഹാബിറ്റ്സ് നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ബോറടിക്കുന്ന സമയം അല്ലെങ്കിൽ വെറുതെ പാഴാകുന്ന സമയം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ പാട്ട് കേൾക്കുക, പാട്ട് പാടാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോഴത്തേക്ക് ആ ബോറടി മാറുകയും ആ പാട്ടിലൂടെ നമുക്ക് വേറെ പോസിറ്റീവ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, എല്ലാം ഒറ്റയടിക്ക് വേണ്ട. ഈ ഹാബിറ്റ്സ് നമുക്ക് എല്ലാവർക്കും ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ മൊബൈൽ അഡിക്ഷൻ അതൊരു ബാഡ് ഹാബിറ്റാണ്, കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത്. അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. മൊബൈലിൽ ഇങ്ങനെ റീൽസ്, കഴിഞ്ഞ ദിവസം ജോയ് സാറ് സൂചിപ്പിച്ചതുപോലെ റീൽസ് കണ്ട് സമയം കളയുന്ന ഒത്തിരി പേരുണ്ട്. ആ ഒരു ടൈമിനെ നമ്മൾ വായിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. റീപ്ലേസ് ദാറ്റ് ഹാബിറ്റ് വിത്ത് അനദർ ഗുഡ് ഹാബിറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ അത് ബോധപൂർവം ചെയ്യണം. ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്നും സാധിക്കത്തില്ല. ഗ്രാജുവലി ഉള്ളി വി ക്യാൻ റീപ്ലേസ് ബാഡ് ഹാബിറ്റ്സ് വിത്ത് ഗുഡ് ഹാബിറ്റ്സ്. അത് നിങ്ങൾ തന്നെ ആത്മപരിശോധന നടത്തി ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് എന്നെ പുറകോട്ട് വലിക്കുന്ന ബാഡ് ഹാബിറ്റ്? എന്താണ് എൻ്റെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, എൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ബാഡ് ഹാബിറ്റ്? അതിനെ എനിക്ക് എങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഹാബിറ്റുകളുമായിട്ട് റീപ്ലേസ് ചെയ്യാമെന്ന് ചിന്തിച്ച് യു ക്യാൻ മേക്ക് എ ലിസ്റ്റ്. ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ബാഡ് ഹാബിറ്റിനെ ഇന്ന ഗുഡ് ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. നമ്പർ 1, 2, 3 അങ്ങനെ എഴുതി വെച്ചിട്ട് യു ക്യാൻ ഫോളോ ദാറ്റ്. ബോധപൂർവം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതൊന്നും ഒറ്റയടിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി, പക്ഷേ കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, എങ്കിലേ വളർച്ചയുണ്ടാവും. ഓക്കെ, ഇനി എന്തിനും എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനെ, അതൊരു ഹാബിറ്റാണ്, അല്ലേ? എന്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. അവള് ചെയ്യട്ടെ, അവൾ എനിക്കത് കൊണ്ട് തരട്ടെ, അല്ലെ അവൻ അത് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതിയെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഐ ക്യാൻ ഹാൻഡിൽ ദിസ് മൈ ഓൺ. എനിക്കിത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരണം. എനിക്കിത് ചെയ്യാൻ ഹെൽപ്പ് വേണം എന്നുള്ള ആ ഒരു
സന്ദർഭത്തെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഐ ക്യാൻ ഹാൻഡിൽ ദിസ് മൈ യു. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് റിസ്ക് എടുക്കാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് കോൺഫിഡൻസ് ആൻഡ് ലാസ്റ്റിംഗ് ഫ്രീഡം. നമുക്ക് ആത്മവിശ്വാസവും പിന്നെ എന്താ കിട്ടുക? സ്വാതന്ത്ര്യം, അല്ലെ? സ്വാതന്ത്ര്യവും കിട്ടും. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഔട്ട്സൈഡ് ബാരിയേഴ്സിനെയാണ്, ഔട്ട്സൈഡ് റിസ്ട്രെയിൻസിനെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മളെ പുറകോട്ട് വലിക്കുന്ന നെഗറ്റീവ് തോട്ട്സ്, ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതൊക്കെ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നൊന്ന് നോക്കാം. ഇന്ന് ഇന്ററാക്ഷൻ വരുന്നില്ലല്ലോ. ഞാനതിന് അവസരം തരുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്, അല്ലേ? എല്ലാ മനുഷ്യർക്കും ഒരു മുഖമൂടിയുണ്ട്, അല്ലേ? അല്ലേ സ്വാമിജി? എല്ലാ മനുഷ്യർക്കും മുഖംമൂടിയുണ്ട്. മാസ്ക് ധരിച്ചാണ് എല്ലാവരും നടത്തിയത്. യെസ്, മുഖംമൂടി. ആ മുഖംമൂടിയൊക്കെ നമ്മൾ അഴിച്ചു വെക്കണം. മുഖംമൂടി അഴിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്പർ 1. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിന് വേണ്ടി നമ്മൾ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മളല്ലാതായിത്തീരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിന് വേണ്ടി നമ്മൾ അയഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് മുഖംമൂടി അണിയേണ്ടി വരിക. ഷെഡ് ദ മാസ്ക്. ഷെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാ വിട്ടുകളയുക എന്നുള്ളത്. മുഖംമൂടി വിട്ടുകളയുക. ഷെഡ് യുവർ മാസ്ക്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മുഖംമൂടിയുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അല്ലേ? സൈക്കോളജി പറയുന്ന എല്ലാ മനുഷ്യരും മുഖംമൂടി ഉണ്ടെന്നാണ്. മുഖംമൂടി വേണ്ടതല്ലേ സാർ? ഓരോരോ അവസരത്തിൽ ഓരോ മുഖംമൂടി വേണ്ടതല്ലേ സാർ ശരിക്കും? ആക്ച്വലി ഓരോ അവസരത്തിൽ മുഖംമൂടി വേണ്ടതല്ലേ എന്നോ? അതെ, നമുക്ക് ഒരേ ഫേസിൽ എല്ലാവരുടെയും നിൽക്കാൻ പറ്റൂലല്ലോ സാർ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ നന്മ, നമ്മുടെ ഹാപ്പിനെസ്. അതിനു വേണ്ടി ബോധപൂർവ്വം ചിലപ്പോൾ മുഖംമൂടി അണിയേണ്ടി വന്നേക്കാം, അല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നല്ലതാണ്. പക്ഷെ ഈ കുതിര സഞ്ചരിക്കുമ്പോൾ അതിനൊരു മുഖംമൂടി വെക്കുന്നുണ്ട്. ഫുൾ മുഖംമൂടിയല്ല, കണ്ണിന്റെ 2 സൈഡിലും. അതായത് അതിന്റെ ഫോക്കസ് ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും. അപ്പോൾ നമ്മള് പോകേണ്ട ആ സ്ഥലത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള മുഖംമൂടി കുഴപ്പമില്ല. അതായത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് പ്രവർത്തിക്കുക, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മുഖംമൂടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലുള്ളത് വേറൊന്നും വെളിയിൽ വേറെ, അത് ചീത്തയല്ലേ സാർ? അത് ചീറ്റിംഗ് ആണ്. അങ്ങനെയുള്ള മുഖംമൂടി അഴിച്ചു വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പം നമുക്ക് വേഷം കെട്ടേണ്ടി വരും, അഭിനയിക്കേണ്ടിയൊക്കെ വരും. അതാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ്. പേഴ്സോണ എന്ന് പറഞ്ഞാൽ തന്നെ മുഖംമൂടി എന്നാണ് അതിന്റെ അർത്ഥം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ, അല്ലേ? പേഴ്സണാലിറ്റി എന്നുള്ള നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? മാസ്ക് നമുക്ക് യോഗ്യമാണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് ചെയ്യണം. മനസ്സിലായോ? വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. കേൾക്കുന്നില്ലേ? ഇടയ്ക്കൊന്ന് സ്റ്റക്കാവുന്നുണ്ട് നെറ്റ്വർക്കേ. കേൾക്കുമ്പോ കേൾക്കുന്നുണ്ട്, ചെറുപ്പം സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അത്രയും കുഴപ്പമില്ല, കണ്ടിന്യൂ. മുഖംമൂടി നമുക്ക് അനുയോജ്യമാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ മുഖംമൂടി ചെയ്യാൻ പാടില്ല. ഷഡ്ദി എന്താ പറയാ, മെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മുഖംമൂടി അഴിച്ചു വെക്കണം. മനസ്സിലായോ? അവനവനെ കബളിപ്പിക്കാനും മറ്റുള്ളവരെ കബളിപ്പിക്കാനും ചെയ്യുന്ന മുഖംമൂടിയാണ് അഴിച്ചു വെക്കേണ്ടത്. ശരിയായ പെരുമാറ്റം ആയിരിക്കണം. ശരിയായ പെരുമാറ്റമാണ് നമുക്ക്. ഓക്കെ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അഭിനയിക്കും. അങ്ങനെയുള്ള അഭിനയങ്ങൾ നമുക്ക് പാടില്ല.
എപ്പോഴും ഫിറ്റ് ആയിരിക്കുക, റിയൽ ആയിരിക്കുക. ഓക്കെ, അങ്ങനെ അതാണ് ഈ മുഖംമൂടിയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, റീബിൽഡ് സെൽഫ് വർത്ത്. നമുക്ക് പലപ്പോഴും പറ്റുന്ന കുഴപ്പമാണ്, എന്നെ കൊണ്ട് കൊള്ളില്ല, പറ്റില്ല, എനിക്ക് സാധിക്കുമോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ. അപ്പൊ സ്വന്തം വില നമ്മൾ മനസ്സിലാക്കണം. അവനവനെ മനസ്സിലാക്കിയില്ലെങ്കിൽ, അവനവന്റെ വില നമ്മൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ നമുക്ക് വില നൽകും? നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഹൗ അതേഴ്സ് വിൽ റെസ്പെക്ട് അസ്. ആ ഒരു ചിന്ത നമുക്ക് ഇപ്പോഴും വേണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കീപ് പ്രോമിസസ്. നമ്മളൊരു പ്രോമിസ് കൊടുത്താൽ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും വീക്ക്നെസ് എന്താണെന്നും അറിഞ്ഞുകൊണ്ട് നമ്മുടെ സെൽഫ് വർത്ത് പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സെറ്റ് ബൗണ്ടറീസ്. അതിരുകൾ വെക്കണം. സെറ്റ് ബൗണ്ടറീസ്, അതിരുകൾ നിശ്ചയിക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതിരുകളായിരിക്കണം, അല്ലെങ്കിൽ അത് എന്താ നിൽക്കില്ല, അല്ലെ, തെറിച്ച് പോകും, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ അതിരുകൾ സ്ട്രോങ് ആയിരിക്കണം. സെറ്റ് ബൗണ്ടറീസ്, ഫേം ബൗണ്ടറീസ് ആയിരിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുക? നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാം നഷ്ടപ്പെടും. നോ പറയുന്നിടത്ത് നോ പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് വിൽ നോ പറയുന്നിടത്ത് നോ പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊട്ടക്ട് അവർ ടൈം, മണി ആൻഡ് എനർജി. ഇനി അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സെൽഫ് കമ്പാഷൻ. നമ്മളോട് തന്നെ കമ്പാഷൻ ഉണ്ടായിരിക്കണം, അനുകമ്പയുണ്ടായിരിക്കണം, സെൽഫ് ലവ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളായിരിക്കും പറയുക. സമയം ആവുന്നു എന്ന് തോന്നുന്നു. ഒന്ന്, മാസ്ക് അഴിച്ചു വെക്കുക, ഷഡ് ദി മാസ്ക്, മുഖം മൂടി അഴിച്ചു വെക്കുക. 2, റീബിൽഡ് സെൽഫ് വർത്ത്. നമ്മുടെ സെൽഫ് വർത്ത്, നമ്മുടെ സ്വന്തം വിലയുണ്ടല്ലോ, അത് പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക, പുതുക്കിപ്പണിയുന്ന പ്രക്രിയയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. റീബിൽഡ് യുവർ സെൽഫ് വർത്ത്. ദെൻ സെറ്റ് ബൗണ്ടറീസ്, അതിരുകൾ നിർണ്ണയിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളതാണ് അവിടെ. ദെൻ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ, സെൽഫ് ലവ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യും. പ്രജീഷ് സാറെ, നമ്മൾ ഇന്ന് നിർത്തുമല്ലേ? സാർ നിർത്താം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഡിസ്കഷനിലേക്ക് പോവാം. അപ്പൊ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഡിസ്കഷനിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാണ് വേണ്ടതെന്നതുപോലെ തന്നെ എന്തൊക്കെയാണ് വേണ്ടാത്തതെന്ന് നമ്മൾ അറിഞ്ഞ് അതിൽ നിന്ന് മോചനം നേടണം എന്നാണ് നെപ്പോളിയൻ ഹിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വേണ്ടത് എന്നതുപോലെ എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്ന് അറിയുന്നതാണ് വിവേകം. അതാണ് വിവേകം. പ്രവൃത്തികൾ എങ്ങനെയൊക്കെയുള്ളതായിരിക്കണം? സെൻസിബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, ശരിയായിട്ടുള്ളതായിരിക്കണം, നല്ലതായിരിക്കണം, ലീഗലായിരിക്കണം എന്നൊക്കെ നമ്മൾ അറിയുക. സെൽഫ് ഇമാൻസിപ്പേഷൻ ഈസ് ഫോർ അവർ ഗുഡ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിമോചനം നേടുന്നത്. ടു മേക്ക് യുവർ ബെറ്റർ വെർഷൻ, അല്ലേ? ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണെന്ന് നമ്മൾ ഇന്നലെ ഒരു കോട്ടിൽ പറഞ്ഞു. ഇറ്റ് ഇസ് എ ചാൻസ് ടു ബി ബെറ്റർ. നന്നാകാനുള്ള ചാൻസ് ആണ്. വെൻ യു സ്റ്റാർട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, യു സ്റ്റാർട്ട് ഫീലിംഗ് ബെറ്റർ. നമ്മളെ തന്നെ സംരക്ഷിക്കുമ്പോൾ, പരിരക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല ഫീലിംഗ് ഉണ്ടാവും, അല്ലേ? യു സ്റ്റാർട്ട് ലുക്കിംഗ് ബെറ്റർ. നമ്മൾ നല്ല രീതിയിൽ കാണപ്പെടും, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ്. യു സ്റ്റാർട്ട് ടു അട്രാക്ട് ബെറ്റർ. മറ്റുള്ളവരാൽ നമ്മൾ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ഏറ്റവും തുടക്കം ഇതാണ്. നമ്മളിൽ നിന്ന് തന്നെ എല്ലാം തുടങ്ങുക. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് യു. എല്ലാം നമ്മളിൽ നിന്നാണ്, നിന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്നിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. താങ്ക് യു. ഡിസ്കഷനിലേക്ക് പോകാം. താങ്ക് യു സാർ. താങ്ക് യു ജോസഫ് ജോൺ സാർ. നമുക്കൊരു 5 മിനിറ്റ് ഇന്ന് എടുത്ത വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങളോ എന്തെങ്കിലും ഡിസ്കഷനോ ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാം. അബീനജി, ഏതെങ്കിലും പോയിന്റുകളെ സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ? അഭിപ്രായം വരട്ടെ. നിങ്ങൾ വെറുതെ ഇരിക്കണ്ട, പെട്ടെന്ന്, നമുക്ക് സമയമില്ല. സോമേട്ടാ, തുടങ്ങി വയ്ക്കൂ.
യെസ് താങ്ക് യു സർ, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് ഇത് തന്നെയാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, അവരുടേതായിട്ടുള്ള ശരിയായിട്ടുള്ള ഒറിജിൻ, അതിലേക്ക് മാസ്ക് പാടില്ല എന്നാണ് ജോസഫ് ജോൺ സാർ പറഞ്ഞത്. അതിലൊരു കാരണവശാലും വെള്ളം ചേർക്കരുത്. നമ്മളെന്താണോ അതായിരിക്കണം നമ്മുടെ എല്ലാ സമയത്തുള്ള നമ്മുടെ പ്രസൻസ്. പല ആൾക്കാരും മാസ്ക് പറഞ്ഞപ്പോൾ ഞാനടക്കം തെറ്റിദ്ധരിച്ചതാണ്. ഓരോരോ അവസരത്തിൽ നമുക്ക് മാസ്ക് വേണ്ടി വരില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ വ്യക്തിത്വത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് കുറ്റം പറയാൻ പറ്റില്ല. അതാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് സാർ. ഒപ്പം തന്നെ സാർ നിറയെ പോയിന്റുകൾ പറഞ്ഞു. ഞാൻ സാറിനടുത്ത് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, ഈ പോയിന്റുകളുടെ എണ്ണം കമ്മിയാക്കിയിട്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല പോയിന്റും പലവർക്കും സ്റ്റിക്ക് ആവുന്നില്ല, എനിക്കില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ സാർ ഒന്ന് സ്പീഡ് കമ്മിയാക്കി സാറിന്റെ ക്ലാസിൻ്റെതായിട്ടുള്ള രീതി ഒന്ന് എല്ലാവരെയും ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ. ഒന്നും മനസ്സിലാക്കേണ്ടത്, സാറിന് അത്ര അവയർനെസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് 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 ഒരു നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു പാറ്റേണിലേക്ക് ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ സംഭവം ഗംഭീരമാണ് സാർ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ സക്സസിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് സാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിലുള്ള ഒരു പോയിന്റും വിട്ടുകളയാനില്ല. അതുകൊണ്ടാണ് ഓരോ പോയിന്റും ഒന്ന് ഇംപ്രസ് ചെയ്ത് എല്ലാവരുടെ അങ്ങനെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കാൻ ഞാൻ സാറിനടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു റിക്വസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ആണ് സാർ. എൻ്റെ ഒരു സമയത്തിന്റെ സമയമാണെങ്കിൽ വൈകി അതൊക്കെ. വലിയ പ്രശ്നമാണ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ഈ മാസ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ. ഈ ആക്ച്വലി ഇത് കാലഘട്ടങ്ങളിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ട് കാലത്തൊക്കെ പ്രാസംഗികരൊക്കെ അവർ പ്രസംഗിക്കുന്ന ആ സ്റ്റൈലില് ഒരുപാട് മാസ്ക് വെച്ചിട്ടൊക്കെയുള്ള ഡീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ അനൗൺസ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ കാലത്തെ യുവതലമുറ ആഗ്രഹിക്കുന്നത് എന്താണോ അവരെ അങ്ങ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ യുവതലമുറ അത് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്ത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നോ അത് യുവതലമുറ ഇന്ന് അതിനെ വളരെയേറെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഡിസ്കഷൻസ് വരെ ഉണ്ടാവും. താങ്ക് യു ജോസഫ് ജോൺ സാർ, ഇതിലേക്ക് വെളിച്ചം വീശിയതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോയ് സാർ. പറയൂ. എല്ലാം ആലോചിച്ചെടുത്ത് ഓരോരുത്തർ എന്ത് പറഞ്ഞു എന്നുള്ളത് ഉള്ളിലേക്കൊക്കെ കടന്ന് ആലോചിച്ചെടുത്ത് തിരിച്ചെടുത്ത് മനസ്സിലാക്കാനുള്ള സമയമൊന്നും ഇന്ന് ആർക്കുമില്ല. ഉള്ള കാര്യം നേരെ ചൊവ്വേ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നു, കാര്യങ്ങൾക്ക് നീക്കം വരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ ഒരു മാറ്റത്തിന്റെ കാരണം എന്നാണ് എനിക്ക് തോന്നല്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീച്ചർ. ട്രെയിനർ റബീനാജി ഒന്നും പറയുന്നില്ലല്ലോ. വിമൽജി തുടങ്ങിയോ? പറഞ്ഞോട്ടെ, റബീനാജി പറയട്ടെ. പറയൂ. ലൈഫിനെ കുറിച്ചാണ് ഇപ്പൊ എല്ലാ പിള്ളേരും ചിന്തിക്കുന്നത്. മാസ്ക് ഇല്ലാതെ നിൽക്കുക കുറെ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. എന്തെങ്കിലും ജോസഫ് ജോൺ സാർ പറഞ്ഞ പോലെ ഹാബിറ്റ് ആക്കി എടുക്കുക. സാറിന്റെ ക്ലാസ് ഓരോ ദിവസവും മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പുതിയ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ടേ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒരു നർമ്മം കലരുന്ന രീതിയിലും കൂടെ കൂടി ആക്കി എടുക്കുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. ശരി. സാറേ, എല്ലാം പോയിന്റ് ഒക്കെ നല്ലത് തന്നെ സാറേ, പക്ഷെ സമയക്കുറവാണ് സാറിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് സാറ് എല്ലാ പോയിന്റും പെട്ടെന്ന് പറഞ്ഞു തരുന്നത്. സോമട്ടൻ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ നിൽക്കണമെങ്കിൽ ആ സമയം നമുക്ക് പോരായ്മയുണ്ട്. അതുകൊണ്ടാണ് സാറ് പെട്ടെന്ന് പോകുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുത്താനുള്ള പോയിന്റ് ആണ് സാറ് പറഞ്ഞു തരുന്നത്. വളരെ നന്ദിയുണ്ട് സാർ. താങ്ക് യു സന്തോഷ്. എല്ലാവരും നാളെ ഒരു അഭിപ്രായം പറയണം. പോയിന്റുകൾ ഞാൻ റെക്കോർഡ് ഇടാം. നമ്മൾ ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നാളെ തുടക്കത്തിൽ തന്നെ ഒന്ന് പറഞ്ഞാൽ സാർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു അസൈൻമെന്റ് പോലെ ഒരു പ്രോസസ്സാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയാം. നമ്മുടെ ലൈഫിനെ ഏറ്റവും അധികം മാറ്റിമറിക്കുന്ന ഒരു കാര്യം.
ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ്. ഇപ്പോൾ നമ്മൾ നമ്മളെ അനലൈസ് ചെയ്ത് ഇന്ന് എല്ലാവരും ഒന്ന് എഴുതി തയ്യാറാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഇപ്പൊ നിലവിലെ. അപ്പോഴാണ് നമുക്ക് ചേഞ്ച് വരുത്താൻ, എവിടെയാണ് എനിക്ക് ചേഞ്ച് വരുത്തേണ്ടത്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് വളരാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് സെൽഫായിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കത് മാറ്റം വരുത്താൻ സാധിക്കൂ. അതിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ ടീമിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അത് മാറ്റി എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായും എല്ലാവരും ഇന്നൊരു അസൈൻമെന്റ് പോലെ തന്നെ 2 കോളോട്ട് എഴുതണം. നമ്പർ 1/1 പോയിന്റ് ഇട്ട് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട്. ഇന്നത്തെ ഒരുപാട് അസൈൻമെന്റുകൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. പക്ഷെ ഒന്നാമത്തെ അസൈൻമെന്റ് ഇതാണ്. കാരണം ശീലങ്ങൾ മാറിയാൽ ബാക്കിയെല്ലാം പിന്നാലെ വരും എന്നതുകൊണ്ട്. അപ്പൊ അതൊന്ന് എല്ലാവരും തയ്യാറാക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ജോസഫൻ സാറ് ഇന്നത്തെ സെഷനും വളരെ വർക്ക്ഫുൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ പോയിന്റും നമുക്കൊരു ഒരു ട്രെയിനിങ്ങിനുള്ള വിഷയമാണ് ശരിക്കും. ഓരോ പോയിന്റും സെൽഫ് ലവ് അതൊരു വിഷയമാണ്, ഒരു ട്രെയിനിങ്ങിനുള്ള വിഷയമാണ് ശരിക്കും. അതായത് നമ്മളെ മാറ്റം വരുത്തുക അതൊരു വിഷയമാണ്, ഒരു ട്രെയിനിങ്ങിനുള്ള വിഷയമാണ്. പക്ഷെ അത് സാറ് പോയിന്റിൽ നിർത്തി നമ്മളെ മൊത്തത്തിൽ മാറ്റാൻ എന്തൊക്കെ വേണം എന്നുള്ള പോയിന്റുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ഭാഗമായി ഇനിയും വരും. അപ്പൊ സജീഷ് സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഹാബിറ്റ്സ് റീപ്ലേസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ബാഡ് ഹാബിറ്റ്സിന് ഗുഡ് ഹാബിറ്റ്സ് കൊണ്ട് വെട്ടിത്തോൽപ്പിക്കുക. അപ്പോൾ അതിന് നോട്ട് ഡൗൺ ചെയ്യുക, അത് എഴുതി വെച്ചിട്ട് നാളെ നമുക്കൊരു മെഡിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൂടെ നമുക്കിതൊക്കെ എന്താ പറയുക, അലിയിച്ച് കളയാം ആ മെഡിറ്റേഷനിലൂടെ. അതിനുശേഷം നമുക്ക് പ്രൊക്ലമേഷനും എഴുതാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ടൈമാണ് എനിക്കൊരു വിഷയം. ടൈം കോൺഷ്യസ് ആണ് ഞാൻ എപ്പോഴും. ഇന്നത്തെ ടൈം പോയത് എന്റെ കുഴപ്പം കൊണ്ടാണ്. എന്റെ സർക്കാഡിയൻ ഋതം മാറ്റം വന്നതാ. പക്ഷേ ഓരോ ദിവസത്തെ ക്ലാസ്സിലെ പോയിന്റ് കമ്മിയായാലേ ഉള്ള പോയിന്റിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും സാർ. ഇന്ന് യോഗ നിദ്ര വളരെയധികം റിലാക്സേഷൻ കിട്ടിയ ഒരു ദിവസമായിരുന്നു. വളരെ ആഴത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റിയത്. അത് വ്യത്യാസമില്ല. നമുക്ക് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് സമയമുണ്ട് സാർ. ജോസഫ് സാർ, നമ്മുടെ ബസ് പോകുന്നൊന്നുമില്ല. നമുക്ക് സമയമുണ്ട്. എത്ര ദിവസം വേണമെങ്കിലും നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അടുത്ത സെക്ഷൻ അപ്പോഴേക്കും അടുത്ത ആൾ തയ്യാറാവും. അങ്ങനെ നമുക്ക് സമയമുണ്ട്. നമ്മൾ തിരക്ക് പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ദിവസം ഇത്ര എത്തിക്കണമെന്ന് നമുക്ക് മനസ്സിലുണ്ടാവാം ട്രെയിനിങ് എടുക്കുമ്പോൾ. പക്ഷെ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല നമ്മളാരും. നമുക്ക് സമയമുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ബിജീസിന് വേണ്ടി നമ്മുടെ എല്ലാ സോൾമേറ്റ്സും പ്രാർത്ഥിക്കുന്നു. ബിജീസിന്റെ നന്മയ്ക്ക് വേണ്ടി, പുതിയ ജീവിതത്തിൽ വരുന്നതിന്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഉണ്ടാവട്ടെ. താങ്ക് യു സർ. താങ്ക് യു. നല്ല ക്ലാസ്. താങ്ക് യു. താങ്ക് യു.